അമേരിക്കയും ഇറാനും തമ്മിൽ യുദ്ധം ഉടൻ അവസാനിപ്പിക്കുമെന്നത് മാത്രമല്ല വെള്ളിയാഴ്ച കരാറിൽ ഒപ്പുവെക്കാനാണ് തീരുമാനം. അതോടെ ക്രൂഡ് ഓയിൽ വില കുറഞ്ഞാലും എണ്ണവിലയിൽ മാറ്റങ്ങൾ ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ സുരേഷ് ഗോപി പറഞ്ഞിരിക്കുന്നത്. ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുറഞ്ഞാലും രാജ്യത്ത് ഇന്ധനവില ഉടനടി കുറയ്ക്കാനാകില്ല എന്നാണ് കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക സഹമന്ത്രി സുരേഷ് ഗോപി ഇപ്പോൾ പറയുന്നത്. അതിനൊരു പ്രധാന കാരണമുണ്ട്. അതായത് വില കുറഞ്ഞ ഇന്ധനം ഇന്ത്യയിൽ എത്തിച്ചേരുന്നതിന് എടുക്കുന്ന സമയം ഉൾപ്പെടെ നിരവധി ഘടകങ്ങൾ ഇതിന് പിന്നിലുണ്ട് എന്നാണ് അദ്ദേഹം തൃശൂരിൽ ഇന്ന് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. കേരളത്തിൽ എയിംസ് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ കൃത്യമായ നടപടിക്രമങ്ങൾ പാലിക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. അടുത്തിടെ ഉണ്ടായ ഇന്ധനവില വർധനവിൽ ലിറ്ററിന് 3.94 രൂപയുടെ വർധന മാത്രമാണ് കാര്യമായ സ്വാധീനം ചെലുത്തിയതെന്ന് കേന്ദ്രമന്ത്രി ചൂണ്ടിക്കാട്ടി. എന്നാൽ ആഗോളതലത്തിൽ ക്രൂഡ് ഓയിൽ വില കുറഞ്ഞു എന്നതുകൊണ്ട് മാത്രം പെട്ടെന്ന് വില കുറയ്ക്കാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. വില കുറഞ്ഞ ക്രൂഡ് ഓയിൽ ഹോർമൂസ് കടലുകൾ വഴി ഇന്ത്യയിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. അതിൽ ഒരു പ്രധാന ഘടകമാണത്. നിലവിൽ കപ്പലുകളുടെ വലിയ തിരക്കാണ് ഈ ഭാഗത്ത് അനുഭവപ്പെടുന്നത്. അതിനാൽ കാര്യങ്ങൾ സാധാരണ നിലയിലാകാൻ ഇനിയും സമയമെടുക്കുമെന്നും അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ഈ വർഷം ഫെബ്രുവരിയിൽ പശ്ചിമേഷ്യയിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടത് എണ്ണ കമ്പനികളെ വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. എന്നാൽ കേന്ദ്ര സർക്കാർ ഇതിന്റെ ആഘാതം വലിയൊരു അളവ് വരെ ഏറ്റെടുത്തു. അത് കാരണം കൊണ്ട് പെട്രോളിന്റെ വില അങ്ങ് ക്രമാതീതമായി ഉയരാൻ കഴിഞ്ഞില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇന്ധനവില വർധനവിന്റെ ആഘാതം ഏറ്റെടുത്തതിലൂടെ കേന്ദ്ര സർക്കാർ 12,000 കോടി രൂപയുടെ നഷ്ടം കേന്ദ്ര സർക്കാരിന് സംഭവിച്ചു എന്നാണ് സുരേഷ് ഗോപി പറയുന്നത്. ഉയർന്ന ഇന്ധനവിലയിൽ കുറഞ്ഞ എക്സൈസ് തീരുവ ഈടാക്കി സ്വന്തം വരുമാനം കുറയ്ക്കാൻ സംസ്ഥാന സർക്കാരുകളൊന്നും ഇതുവരെ തയ്യാറായിട്ടില്ല. കേന്ദ്ര സർക്കാരിന് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതുപോലെ തന്നെ എണ്ണ കമ്പനികൾക്ക് നിലനിൽക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം പറയുകയാണ്. രാജ്യത്തെ സാധാരണക്കാരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിലും സാങ്കേതികമായ പല ബുദ്ധിമുട്ടുകളും പരിഹരിച്ചാൽ മാത്രമേ ഇന്ധനവിലയിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. കൂടാതെ എയിംസിനെ കുറിച്ച് ചോദിച്ചപ്പോൾ കേരളത്തിൽ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിലും കേന്ദ്രമന്ത്രി പ്രതികരിച്ചു. എയിംസ് അനുവദിക്കുന്നത് ചന്തയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നത് പോലെ എളുപ്പമുള്ള ഒരു കാര്യമല്ലെന്നും അതിനായി സംസ്ഥാന സർക്കാർ കൃത്യമായ നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം പറയുകയാണ്. കേരളത്തിൽ എവിടെ വേണമെങ്കിലും എയിംസ് സ്ഥാപിക്കാമെന്ന സംസ്ഥാന ആരോഗ്യമന്ത്രി കെ മുരളീധരന്റെ പ്രസ്താവനയിൽ ചെറിയ പൊരുത്തക്കേടുണ്ടെന്നും സുരേഷ് ഗോപി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എയിംസ് സ്ഥാപിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ കണ്ടെത്തിയ സ്ഥലങ്ങളുടെ എണ്ണത്തെക്കുറിച്ച് ഈ വിഷയം കൈകാര്യം ചെയ്യുന്ന കമ്മിറ്റിയെ ആദ്യം അറിയിക്കേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമേ സ്ഥലം തിരഞ്ഞെടുക്കുന്നത് സംബന്ധിച്ച ചർച്ചകൾ നടക്കുകയുള്ളൂ. താനുമായി ബന്ധപ്പെടുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ പറഞ്ഞുവെങ്കിലും ചർച്ചകൾക്കായി ഇതുവരെ ഔദ്യോഗികമായി ക്ഷണമൊന്നും ലഭിച്ചിട്ടില്ല എന്നാണ് സുരേഷ് ഗോപി പറയുന്നത്. കേരളത്തിന്റെ ആരോഗ്യ മേഖലയ്ക്ക് എയിംസ് അനിവാര്യമാണെന്നും എന്നാൽ രാഷ്ട്രീയ വിവാദങ്ങൾ ഒഴിവാക്കി കൂട്ടായ പരിശ്രമത്തിലൂടെ മാത്രമേ ഇത് യാഥാർത്ഥ്യമാകാൻ സാധിക്കുകയുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്.